എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. കേരളത്തിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCLിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് നോൺ മാനേജ്മെൻറ്റ് പോസ്റ്റുകളാണ്. വേക്കൻസി ഉള്ളത് BPCL മുംബൈ റിഫൈനറിയിലും കൊച്ചി റിഫൈനറിയിലുമാണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 34,000 വരെയാണ് എൻട്രി ലെവലിൽ. അപ്പോൾ വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് പ്രോസസ് ടെക്നീഷ്യൻ കെമിക്കൽ. വേക്കൻസി മുംബൈ റിഫൈനറിയിലാണ്. ടോട്ടൽ 60 വേക്കൻസി. അടുത്തത് പ്രോസസ് ഓപ്പറേറ്റർ കെമിക്കൽ. കൊച്ചിയിലാണ്. വേക്കൻസി 64. അടുത്തത് ടെക്നീഷ്യൻ ഓപ്പറേറ്റർ മെക്കാനിക്കൽ. കൊച്ചിയിലാണ് 13 വേക്കൻസി. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ. കൊച്ചിയിലാണ് വേക്കൻസി. ടോട്ടൽ 17 വേക്കൻസിയാണ്. അപ്പോൾ ഈ 4 പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. SC, ST, OBC, EWS കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. അൺറിസർവ്ഡ് കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം നമ്മൾ പറഞ്ഞു. ഈ ശമ്പളം കൂടാതെ അലവൻസ് ലഭിക്കുന്നതായിരിക്കും. പ്ലേസ്മെൻറ്റ് വരുന്നത് മുംബൈയിലും അതുപോലെ തന്നെ കൊച്ചി റിഫൈനറീസിലും ആയിരിക്കും. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം ഡിപ്ലോമയുടേത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. ജനറൽ, EWS, OBC കാറ്റഗറി ആണെങ്കിൽ. SC, ST, PWD ആണെങ്കിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A and B പോസ്റ്റിലാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി ആണ്. പോസ്റ്റ് കോഡ് C. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പോസ്റ്റ് കോഡ് D. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആണ്. ഈ 4 തസ്തികയിലും മിനിമം 1 ഇയറിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. പിന്നെ റിഫൈനിങ് അല്ലെങ്കിൽ പെട്രോളിയം ഓർ പവർ ഓർ ലൂബ് ഓർ പെട്രോകെമിക്കൽ ഓർ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പാണ് വേണ്ടത്. പോസ്റ്റ് കോഡ് A and B ആണെങ്കിൽ ഡിപ്ലോമ ഇൻ അതർ ഡിസിപ്ലിൻ സച്ച് ആസ് പെട്രോകെമിക്കൽ, കെമിക്കൽ ഫെർട്ടിലൈസർ, പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ, റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, പൾപ്പ് ആൻഡ് പേപ്പർ, rubber and plastic, oil technology, polymer technology or any equivalent to chemical engineering or chemical technology are not eligible. അപ്പോൾ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ഡിപ്ലോമാസ് ഒന്നും എലിജിബിൾ അല്ല. ഇനി പോസ്റ്റ് കോഡ് Cയിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ മെഡിക്കൽ ലാബ്, മെക്കാനിക്കൽ മെയിൻ്റനൻസ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ ഫൗണ്ടറി ടെക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പോസ്റ്റ് കോഡ് D ആണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എലിജിബിൾ അല്ല. പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള AMIE, BE, BTech ഒന്നും പറ്റത്തില്ല. ഈ ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ റെഗുലർ കോഴ്സ് ആയിരിക്കണം. അപ്രന്റീസ്ഷിപ്പ് ആക്ട് പ്രകാരമുള്ള 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. പ്രായപരിധി വരുന്നത് ജനറൽ അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 18 മുതൽ 25 വരെയാണ്. OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവുണ്ട്. SC, ST ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. PWBDക്കും എക്സ് സർവീസ്മെനും പ്രായത്തിന് ഇളവുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് 3 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് ഡൊമൈൻ നോളജ് 60 മാർക്ക്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 40 മാർക്ക്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്.
ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ടെസ്റ്റ് സെൻറ്ററിൻ്റെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. എക്സാമിൻ്റെ ഡേറ്റൊക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2 ആയിട്ട് സ്കിൽ ഓർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. റിട്ടൺ ടെസ്റ്റിന് ക്വാളിഫൈ ആവുന്നവർക്കായിരിക്കും സ്കിൽ ടെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 3 പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷനുണ്ട്. ഇനി SC ST OBC PWD EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SC ST PWD ESM കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എക്സാമിൻ്റെ കോൾ ലെറ്റർ BPCLൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇൻഡിമേഷൻ നിങ്ങൾക്ക് SMS വഴിയോ ഇമെയിൽ വഴിയോ കിട്ടുന്നതായിരിക്കും. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്റർ, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫിൻ്റെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് www.bharatpetroleum.com. അവിടെ കരിയർ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 590 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 13 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.